ഇസ്രയേൽ ഇറാൻ ആക്രമണം രൂക്ഷമാകുമ്പോൾ പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകമെങ്ങും ആശങ്ക പടർന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇറാനിലെ 6 വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. പടിഞ്ഞാറൻ, കിഴക്കൻ, മധ്യഭാഗങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലാണ് ആക്രമണം നടന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 15ലധികം ഇറാനിയൻ വ്യോമസേനാ വിമാനങ്ങൾ നശിപ്പിച്ചതായാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ അവകാശവാദം. മിസൈലുകൾ സംഭരിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നും സൈന്യം പറഞ്ഞു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ ഇന്റലിജൻസ് നിർദ്ദേശങ്ങളോടെ 15ലധികം വ്യോമസേനാ പോർ വിമാനങ്ങൾ ആക്രമിച്ചു. എക്സ്പോസ്റ്റിൽ IDF പറഞ്ഞു. ഇറാനിയൻ സൈനിക ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി IDF ആക്രമണങ്ങൾ ശക്തമാക്കുകയാണെന്നും ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും വ്യോമ മേധാവിത്വം നിലനിർത്താനും ലക്ഷ്യമിടുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനിയൻ സൈനിക കേന്ദ്ര കമാൻഡ് വക്താവ് ചൂതാട്ടക്കാരൻ എന്ന് വിശേഷിപ്പിച്ചു. യുദ്ധം തുടങ്ങുന്നത് അദ്ദേഹമായിരിക്കാം, എന്നാൽ അത് അവസാനിപ്പിക്കുന്നത് ഇറാനായിരിക്കുമെന്ന് വക്താവ് മുന്നറിയിപ്പ് നൽകി. ചൂതാട്ടക്കാരനായ മിസ്റ്റർ ട്രംപ്, ഈ യുദ്ധം നിങ്ങൾ തുടങ്ങിയേക്കാം, എന്നാൽ ഞങ്ങൾക്കായിരിക്കും ഇത് അവസാനിപ്പിക്കാൻ കഴിയുക, എക്സിൽ അദ്ദേഹം കുറിച്ചു. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകവേ ഇസ്രയേലിന് വീണ്ടും മുന്നറിയിപ്പ് നൽകി ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഇസ്രയേൽ ഗുരുതരമായ തെറ്റ് ചെയ്തെന്നും ഇപ്പോഴിത് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണെന്നും ഖമനേയി പറഞ്ഞു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഖമനേയിയുടെ പ്രതികരണം. എന്നാൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഖമനേയി പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല. എക്സിലൂടെയായിരുന്നു പ്രതികരണം. ഭീമൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ ഫോർദോ, ഇസ്ഫഹാൻ, നദാൻസ് എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തത്. ഇറാന്റെ ആണവശേഷി തകർത്തെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. 3ഇടത്തും കനത്ത നാശമുണ്ടായെങ്കിലും ആണവ വികിരണങ്ങൾ വ്യാപിച്ചിട്ടില്ല. അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഇസ്രയേൽ നടത്തിയ മിസൈൽ പ്രഹരത്തിൽ 30ലേറെ പേർക്ക് പരിക്കേറ്റു. ടെല്ലവീവിലും ഹൈഫയിലും കനത്ത നാശമുണ്ടാവുകയും ചെയ്തു. ഇസ്രയേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയനും ഒരു ബയോളജിക്കൽ സെന്ററും വിവിധ സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു. അമേരിക്കയുടെ നടപടി ധീരമാണെന്നും ചരിത്രം തിരുത്തുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചു. ആക്രമണത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. ഇറാന്റെ മിസൈൽ വർഷം തുടരുകയാണ്. ഇസ്രയേലിൽ 1 മണിക്കൂറോളം വ്യത്യാസത്തിൽ സൈറണുകൾ മുഴങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിലും ജെറുസലേമിലും മിസൈലുകൾ പതിച്ചതായി സ്ഥിരീകരണമുണ്ട്. ഇറാന്റെ ഏറ്റവും വലിയ മിസൈലുകളിലൊന്നായ ഖൊറം ഷഹബ് 4 ഉൾപ്പെടെയുള്ളവയാണ് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ വധഭീഷണി നേരിടുന്ന ഖമനേയി ഭൂഗർഭ ബങ്കറിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് വിവരം. വിശ്വസ്തനായ ഒരു സഹായി മുഖാന്തരമാണ് ഖമനേയി കമാൻഡർമാരുമായി ആശയവിനിമയം നടത്തുന്നത്. തന്റെ പിൻഗാമിയായി ഖമനേയി 3 പുരോഹിതരെ നിർദ്ദേശിച്ചെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പിൻഗാമിയാകുമെന്ന് കരുതിയിരുന്ന 2ാമത്തെ മകൻ സയ്യദ് ഹുസൈനി ഖമനേയി ലിസ്റ്റിൽ ഇല്ലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.